നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ കുടുംബത്തെ തകർക്കാൻ ഒരുങ്ങുന്ന അവളെ കൂടി ഞാൻ ഇങ്ങോട്ട് ആനയിക്കണമായിരുന്നോ? ശ്യാമയെ ഈ വീട്ടിൽ താമസിപ്പിക്കില്ല എന്നുള്ളത് അമ്മയുടെ വാശിയല്ലേ? ആ തീരുമാനം ഒന്ന് മാറ്റിയാ ഈ വീട്ടിൽ സന്തോഷമല്ലേ അമ്മ വരുന്നേ? അങ്ങനെ എന്താ അമ്മ ചിന്തിക്കാത്തെ? ആദി, നീ എന്താ മിണ്ടാതെ നിൽക്കുന്നേ? നിനക്കും കൂടി പറയാനുള്ളത് പറയേ, കേക്കട്ടെ. അമ്മേ, നമ്മളാക്കി അവൻ സന്തോഷത്തോടെ ജീവിക്കണം എന്നല്ലേ നമുക്കുള്ളൂ. ചെറിയൊരു പിടിവാശി, അതിപ്പോ എത്ര പേരെ വേദനിപ്പിക്കുന്നേ? എന്തിന് ആക്കി ഈ വീട് വിട്ടു പോയതിനു ശേഷം അമ്മയ്ക്ക് സ്വസ്ഥത കിട്ടിയിട്ടുണ്ടോ? സമാധാനത്തോടെ ഒന്ന് അമ്മ ഉറങ്ങിയിട്ടുണ്ടോ? നീ ഇത് പറഞ്ഞു, പക്ഷേ ഇവിടെ ആർക്കും എന്റെ മനസ്സ് കാണണ്ട. കുറ്റപ്പെടുത്താൻ നിൽക്കുക എല്ലാരും എന്നെ മാത്രം വേദനിപ്പിക്കാൻ നിൽക്കുക. വസുന്ധര സ്വാർത്ഥയാ, തന്നിഷ്ടക്കാരി, പിടിവാശിക്കാരി അല്ലേ? അത്രയ്ക്ക് ഓമനിച്ച് ലാളിച്ച് വളർത്തിയ മോനെ ഭാര്യയെയും ആട്ടി പുറത്താക്കി. മനസ്സ് കല്ലായി തീർന്ന ഒരു ജന്മം അല്ലേ? അവനും എന്റെ അക്കിമോനും അങ്ങനെ തന്നെയാ ഈ അമ്മയെ കണ്ടേക്കുന്നേ. അതാ ഞാൻ കൊടുത്ത രൂപ പിച്ചക്കാരന് കൊടുത്തത്. അഖിയെ ഞാൻ തെറ്റു പറയില്ല. ഓരോ കമ്പനിയിലും അവന് കിട്ടിയ ജോലികൾ ഇല്ലാതാക്കിയവളല്ലേ ഈ അമ്മ. അത്രയ്ക്കും ദുഷ്ടതരങ്ങളല്ലേ ഈ അമ്മ അവനോട് ചെയ്ത്? എന്തിനാ ഞാനത് ചെയ്ത്? എന്റെ അഖി മറ്റുള്ളവരുടെ കീഴില് ജോലി ചെയ്ത് തീർക്കാനുള്ളതല്ല അവന്റെ ജീവിതം. പക്ഷേ ഇപ്പൊ അതിനേക്കാൾ കഷ്ടപ്പാടാ എന്റെ കുഞ്ഞിന്. അതെനിക്ക് സഹിക്കില്ല. എന്റെ മോൻ അതൊന്നും എനിക്ക് കാണാൻ വയ്യ. അമ്മേ, അതാ ഞങ്ങൾ എല്ലാരും അമ്മയുടെ കാല് പിടിച്ച് പറയുന്നേ ശ്യാമയെ തിരിച്ചു വിളിക്കാൻ. അപ്പോ നമ്മുടെ അകയും ശ്യാമയോടൊപ്പം വന്നോളും. അപ്പോ ഈ കുടുംബം തകരണോ അല്ലേ? എല്ലാരും തമ്മിലടിച്ച് പിരിയണോ അല്ലേ? അതാ നീയും എല്ലാരും ഇപ്പൊ ആഗ്രഹിക്കുന്ന. അല്ല, അതാ എനിക്ക് മനസ്സിലാവാത്തെ. ശ്യാമ ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നാ എങ്ങനെയാ നമ്മുടെ കുടുംബം അടിച്ചു പിരിയുന്നേ? അമ്മേ, എങ്ങനെയാ അമ്മേ നമ്മുടെ കുടുംബം തകരുന്നേ? പറയ് അമ്മേ, ശ്യാമ ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നാ അതിന് മാത്രം ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നേ? അതാ എനിക്ക് മനസ്സിലാവാത്തെ. എടാ, അത് ഏട്ടനറിയാമെങ്കിൽ ഏട്ടനെങ്കിലും ഒന്ന് പറയൂ. ശ്യാമ കാരണം നമ്മുടെ കുടുംബത്തിൽ എന്ത് ദുരന്തം വരാൻ പോകുന്നേ? അമ്മ ഉദ്ദേശം അതൊന്നും അല്ല. ഏട്ടൻ വെറുതെ തപ്പിത്തടയരുത്. ഈ വീട്ടിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്. അതെ, ഞാൻ അറിയാതെ എന്തൊക്കെ നടക്കുന്നു. ആദ്യേട്ടൻ വെറുതെ അതും ഇതും പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കണ്ട. നിങ്ങൾ എല്ലാവരും എന്നിൽ നിന്ന് എന്തോ രഹസ്യം മറച്ചു പിടിക്കുന്നുണ്ട്. ഇക്കാര്യം എന്നിൽ നിന്ന് മറച്ചു പിടിക്കണമെങ്കിൽ ഒരു കാര്യം ഉറപ്പാ. ഇത് എന്നെ സംബന്ധിക്കുന്ന എന്തോ രഹസ്യമാണ്. എന്തായാലും അത് കണ്ടുപിടിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.